എന്നും അത്ഭുതങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന കടലാണ് കാസ്പിയൻ. അത്ഭുതങ്ങൾക്കൊപ്പം തന്നെ യൂറോപ്യൻ സംഘർഷത്തിൽ നിർണായക സ്വാധീനവും ഇതിനുണ്ട്. യുദ്ധരംഗത്ത് കാര്യമായ ഇടപെടൽ നടത്താതിരുന്ന അസർബൈജാൻ കാസ്പിയൻ കടലിൽ പുതിയ നീക്കവുമായി എത്തിയിരിക്കുകയാണ്. കാസ്പിയൻ കടലിൽ സായുധ ഡ്രോണുകൾ വിന്യസിച്ചിരിക്കുകയാണ് അസർബൈജാൻ. തുർക്കി നിർമ്മിത സാൽവോ ആളില്ലാ ഗൺബോട്ടുകളെയാണ് രംഗത്തിറക്കിയത്. അടുത്തിടെ നടത്തിയ നാവിക അഭ്യാസത്തിനിടെയായിരുന്നു വിന്യാസം. കാസ്പിയൻ കടലിൽ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ അപകടങ്ങൾക്കിടയിൽ വളരെ സംയോജിതമായ തീരുമാനമെന്നാണ് വിദഗ്ധർ ഈ ഏറ്റെടുക്കലിനെ വിശേഷിപ്പിച്ചത്. പ്രതിരോധ കമ്പനികളായ അസെൽസൺ, റോക്കറ്റ്സൺ, യാൽസ് എന്നിവയുമായി സഹകരിച്ച് തുർക്കി കപ്പൽ നിർമ്മാതാക്കളായ ഡിയർസാനാണ് സാൽവോ നിർമ്മിച്ചത്. കപ്പലിന് 14.8 മീറ്റർ നീളവും 3.8 മീറ്റർ വീതിയുമുണ്ട്. 111 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് ഏകദേശം 550 കിലോമീറ്റർ ദൂരപരിധിയിൽ ആക്രമണം നടത്താനും സാധിക്കും. ഇൻ്റലിജൻസ് വിവരശേഖരണം, ഉപരിതല യുദ്ധം, കള്ളക്കടത്ത് വിരുദ്ധ പ്രവർത്തനങ്ങൾ, എസ്കോർട്ട് ഡ്യൂട്ടി, നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷണം എന്നിവയെ ലക്ഷ്യം വെച്ചാണ് പുതിയ നീക്കമെന്ന് ബാക്കുവിലെ പ്രതിരോധ സ്രോതസ്സുകൾ പറയുന്നു. തീരത്ത് നിന്നുള്ള നിയന്ത്രണ കേന്ദ്രങ്ങളിൽ നിന്നും നാവിക കമാൻഡ് ഷിപ്പുകളിൽ നിന്നും ഓപ്പറേഷൻ നടത്താനും സാധിക്കും. റഷ്യ, ഇറാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ കപ്പലുകളും പ്രവർത്തനശേഷിയും വിപുലീകരിക്കുന്ന സമയത്താണ് അസർബൈജാന് രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ യൂറോപ്പിലെ സവിശേഷമായ യുദ്ധ സാഹചര്യത്തിൽ അസർബൈജാൻ്റെ ഈ നീക്കം റഷ്യൻ പ്രസിഡന്റ് സാക്ഷാൽ വ്ളാഡിമിർ പുടിനെ ലക്ഷ്യം വെച്ചാണെന്നാണ് വിലയിരുത്തൽ. കാരണം പ്രത്യേകമായ അധികാര ചട്ടക്കൂടുകളില്ലാത്ത മേഖലയിൽ ആധിപത്യം ഉറപ്പാക്കാൻ പുടിൻ നാളുകളായി ശ്രമിച്ചു വരികയാണ്. ഇതിന് തടയിടുകയാണ് അസർബൈജാൻ്റെ ലക്ഷ്യമെന്നാണ് വിവരം. മാത്രമല്ല, ബദ്ധവൈരികളാണ് അസർബൈജാനും അർമേനിയയും. അർമേനിയയുടെ നീക്കങ്ങൾക്കും അസർബൈജാൻ ഇതൊരു പിടിവള്ളിയായി മാറ്റുകയാണ്. ഇവരുടെ ശത്രുത അവസാനിപ്പിക്കാൻ അടുത്തിടെ ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ തീരുമാനമായിരുന്നു. ഇതിൻ്റെ ഭാഗമായി അർമേനിയയെയും അസർബൈജാനെയും ബന്ധിപ്പിച്ച് തുർക്കിയിലേക്ക് നീളുന്ന ചരക്ക് നീക്ക പാത അമേരിക്ക സജ്ജമാക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപ് റൂട്ട് ഫോർ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി അഥവാ ട്രിപ്പ് എന്നാണ് ഈ ഇടനാഴിക്ക് പേരിട്ടത്. കൊക്കേഷ്യൻ മേഖലയിൽ ഇറാൻ, റഷ്യ എന്നിവയ്ക്കരികിലൂടെയാണ് ഇടനാഴി കടന്നുപോകുന്നത്. അസർബൈജാൻ, അർമേനിയ സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത ഇറാനും റഷ്യയും ഇടനാഴിയെ എതിർത്തിട്ടുണ്ട്. മേഖലയിൽ പുറത്തു നിന്നുള്ള ശക്തി വേണ്ടെന്നാണ് അമേരിക്കയ്ക്കെതിരായി ഇറാനും റഷ്യയും പറഞ്ഞത്. മേഖലയിൽ സൈനിക താവളം ഒരുക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നും ഇത് ഇറാൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഇറാൻ ഭരണകൂടം പ്രതികരിച്ചിരുന്നു.